ബഹുമാന്യരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. വിശുദ്ധ ബൈബിള് ലോകത്തേറ്റവും അധികം പരിഭാഷയുണ്ടായിട്ടുള്ള കൃതിയാണ്. ബൈബിൾ പരിഭാഷകൾ ലോകത്തിലെ വികാസം പ്രാപിച്ച എല്ലാ ഭാഷകളിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. മാത്രമല്ല, അവികസിതങ്ങളായ പല ഭാഷകൾ ലിപിയും വ്യാകരണവും ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഹെർമൻ ഗുണ്ടറ്റിനെ പോലെ, അർണോസ് പാതിരിയെപ്പോലെ, ബെഞ്ചമിൻ ബെയ്ലിയെപ്പോലെ, വില്യം ഗേരിയെപ്പോലെ, പണ്ഡിറ്റ് രമാബായിയെപ്പോലെ നിരവധി ആളുകൾ ഭാഷയ്ക്കും ഒരു ഘടനയുണ്ടാക്കി അതുവഴി ബൈബിൾ വായന സുഗമമാക്കി. ഇത് ഒരളവ് വരെ സമൂഹത്തിൻ്റെ സാക്ഷരതാബോധത്തെ കൂടി ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ബുക്കർ ടി വാഷിങ്ടൻ്റെ ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ബ്ലാക്സിൻ്റെ ഇടയിൽ സാധാരണക്കാരായ ആളുകൾ, വിശേഷിച്ച് സ്ത്രീകൾ, അവരുടെ വിദ്യാഭ്യാസം ചെയ്യുന്നതിൻ്റെ വലിയ താല്പര്യം പറയുന്നത് ബൈബിൾ ഒന്ന് വായിക്കണം എന്നതിന് വേണ്ടിയാണ്. ബൈബിളിൻ്റെ ഈ വായന രണ്ട് നിലയിലാണ് പ്രയോജനപ്പെടുന്നത്. ഒന്നാമതായിട്ട്, ഇതിലെ 95% കാര്യങ്ങളും ഒരു പ്രസംഗകൻ്റെയോ ഒരു അധ്യാപകൻ്റെയോ സാന്നിധ്യമില്ലാതെ അനായാസേന ആർക്കും മനസ്സിലാകും. നിങ്ങൾ അതിലെ ഒരു ഭാഗമെടുക്കുക. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 രാവും 40 പകലുമുള്ള ഉപവാസം കഴിഞ്ഞ് യേശുവിന് എന്തൊക്കെ സംഭവിച്ചെന്നും യേശു എങ്ങനെയൊക്കെ പ്രതികരിച്ചെന്നും രേഖപ്പെടുത്തിയ അനന്തരം അവിടുന്ന് ഒരു മലമേൽ കയറി ജനങ്ങളോട് അവൻ തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെ ഉള്ള സൗഭാഗ്യവചനങ്ങളുടെ ഒരു പട്ടിക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ഇത് പരതിയാൽ ആർക്കാണ് മനസ്സിലാവാത്തത്? അത് പഠിച്ചാൽ ആർക്കാണ് ഹൃദിസ്ഥമാക്കാൻ കഴിയാത്തത്? അത്ര ലാളിത്യം ആ വാക്കുകൾക്കുണ്ട്. ഇത് ആധ്യാത്മികമായ ഒരനുഭവത്തെ രൂപപ്പെടുത്തുകയും, 2, നിരന്തര വായനയിലൂടെ ഒരു പുതിയ അറിവിൻ്റെ ലോകം അത് അവർക്ക് മുമ്പിൽ തുറന്നിടുകയും ചെയ്യും. അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്തെ പല കലാലയങ്ങളും സർവകലാശാലകളും ഒക്കെ തന്നെ ആരംഭം കുറിക്കുന്നത് ബൈബിളിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. പ്രസിദ്ധമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഓക്സ്ഫോർഡ് സർവകലാശാലയാണെങ്കിലും ഇവിടെയെല്ലാം തന്നെ ബൈബിളിൻ്റെ പ്രചരണം, തിയോളജിയുടെ സിസ്റ്റമാറ്റിക്കായ അധ്യയനം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അങ്ങനെ ബൈബിള് ജനങ്ങളെ ഏറ്റവും അധികം ലോകത്ത് തന്നെ സ്വാധീനിച്ച കൃതിയാകുമ്പോൾ ബൈബിളിൻ്റെ പ്രചരണത്തിലൂടെ വളർന്നത് മാനവ സമൂഹം കൂടിയാണ്. അറിവായിരുന്നാലും അന്വേഷണമായിരുന്നാലും ശാസ്ത്രബോധമായിരുന്നാലും ബൈബിളിൻ്റെ ജനസ്വാധീനത അതിന് ഒട്ടേറെ പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ഇത് സംസാരിക്കുമ്പോൾ നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. ഇത് ബൈബിളിൻ്റെ പ്രചാരകരായി അത് ജനങ്ങളിലെത്തിച്ച ഒരു മിഷനറി സംവിധാനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ കൊല നടക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ള ചരിത്രമൊന്നുമില്ല. മറിച്ച് നമുക്കറിയാൻ പറ്റുന്നുണ്ട്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ മിഷനറി മൂവ്മെൻറ്റുകൾ ബൈബിളുകളെ ജനങ്ങളിലേക്ക് വിവിധ ഭാഷകളിൽ എത്തിക്കാൻ വലിയ പരിശ്രമം നടത്തുകയുണ്ടായി. ഇതിൻ്റെ കേരളത്തിലേക്കുള്ള അല്ലെങ്കിൽ മലയാള ഭാഷയിലേക്കുള്ള ബൈബിളിൻ്റെ പരിവർത്തന ശ്രമങ്ങൾക്ക് രസാവഹമായ അധ്വാനത്തിൻ്റെ പിൻബലമുള്ള ഒട്ടേറെ വസ്തുതകളുണ്ട് എന്നത് നമുക്കറിയാം. ഈ ബൈബിള് മലയാള ഭാഷയിൽ വരികയും അത് പള്ളികളിൽ വായിക്കുകയും ചെയ്തതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടേറെ ദുരാചാരങ്ങൾക്ക് വലിയ മാറ്റം വരികയുണ്ടായി എന്നുള്ളതാണ് സത്യം. ഞാനത് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നിങ്ങൾ പ്രസിദ്ധ സോഷ്യോളജിസ്റ്റ് സൂസൻ വിശ്വനാഥിൻ്റെ ദ ക്രിസ്ത്യൻസ് ഓഫ് കേരള ഹിസ്റ്ററി, ബിലീഫ് ആൻഡ് റിച്വൽസ് എമംഗ് യാക്കോബ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു പഠന ഗ്രന്ഥമുണ്ട്. കേരള ചരിത്രം, അതിൻ്റെ കേരള ക്രൈസ്തവികത, ചരിത്രം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ യാക്കോബ സമൂഹത്തിനിടയിൽ എന്നാണ് ആ പഠനകൃതിയുടെ പേര്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നത്തെ സമൂഹത്തിനിടയിൽ
വിശേഷിച്ച് ബൈബിള് മിഷണറി പരിവർത്തന കാലഘട്ടത്തിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ, പള്ളികളിൽ പുരോഹിതന്മാർ വിദ്യാസമ്പന്നരല്ല. പള്ളികളിൽ ദൈവശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു മനുഷ്യനെയും കാണാൻ കഴിയുന്നില്ല. അന്ന് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത, അത് രാജ്യത്ത് നിലനിന്നിരുന്ന ഹൈന്ദവ വിശ്വാസ രീതികളോട്, ആചാരങ്ങളോട് വല്ലാതെ ഇഴുകിച്ചേർന്നിരുന്ന ഒന്നായിരുന്നു. ഒരു പരിധിവരെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ജാതീയത എന്ന വേർതിരിവിൻ്റെ അടിസ്ഥാന കാരണം പോലും അന്നുള്ള ഹിന്ദുമതത്തിലെ ചാതുർവർണ്ണ്യത്തിൻ്റെ ബാക്കിപത്രങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപരിതലത്തിലെ ചില സംഗതികൾ മാത്രം ഉൾക്കൊണ്ട് മതം മാറി എന്നുള്ള പ്രശ്നമാണ്. ഇതേക്കുറിച്ച് ഡോക്ടർ വിനിൽ പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയിൽ പറയുന്ന രസകരമായ ഒരു കാര്യം, തോമസ് അപ്പോസ്തലൻ്റെ മായാജാല കഥയിൽ ഉറച്ചു നിൽക്കുന്ന കേരള ക്രൈസ്തവർ ഹിന്ദു വിശ്വാസത്തിൻ്റെ ദുരാചാരങ്ങളിൽ നിന്ന് മുക്തരായിരുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദു ആചാര ദുരാചാരങ്ങളുടെ ഭാഗമായി ഇവിടുത്തെ ക്രൈസ്തവർ ശീലിച്ചു വന്നിരുന്ന ചില കാര്യങ്ങൾ 1877 കൊച്ചി കോട്ടപ്പള്ളി ശാസനത്തിൽ കൃത്യമായി നിരോധിക്കുന്ന ഒരു ഉത്തരവ് നമുക്ക് ദൃശ്യമാണ്. അതുവരെയുള്ള ചർച്ചിൻ്റെ അല്ലെങ്കിൽ കേരള ക്രൈസ്തവിക സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ഈ പള്ളികളിൽ തേര് വലിക്കുക, അതുപോലെ പള്ളികൾക്കുള്ളിൽ ഹൈന്ദവമായ ചിലതരം ആചാരങ്ങൾ മുൻനിർത്തി പോരുക, ഇതെല്ലാം നിലനിന്നിരുന്നു. പള്ളിയോട് ചേർന്നുള്ള ആചാരങ്ങൾ 90% ഏതാണ്ട് ഹൈന്ദവ ആചാരങ്ങളോട് ചേരുന്നതായിരുന്നു. മന്ത്രവാദം നിലനിന്നിരുന്നു. ശ്ലീഹന്മാരോടുള്ള പ്രാർത്ഥന എന്ന പോലെ തന്നെ കാളിപൂജ പരോക്ഷമായി നിലനിന്നിരുന്നു. ഒരു ക്രൈസ്തവൻ ഏതെങ്കിലും ഹൈന്ദവാചാരങ്ങളെ, കാളീപൂജകളെ അല്ലെങ്കിൽ അത്തരത്തിലെ ഏതെങ്കിലും അപരിഷ്കൃതമായ ഹിന്ദു വിശ്വാസത്തെ പുൽകി എന്ന് കണ്ടാൽ ഒരു നടപടിയും ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാറ്റം വരുന്നത് 1877 കൊച്ചിക്കോട്ടപ്പള്ളി ശാസനത്തിന് ശേഷമാണ്. അപ്പോൾ അതിനിടയ്ക്കൊരു തമാശയാണ് നമ്മൾ ഇന്ന് ഈ ടൈറ്റിലാക്കിയിട്ടുള്ളത്. വടക്കൻ തിരുവിതാംകൂറിലെ കോലഞ്ചേരി എന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ പള്ളിയിൽ ഒരാചാരമുണ്ടായിരുന്നു. മിഥുനമാസം 29-ാം തീയതി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലുസിൻ്റെയും ഓർമ്മ പെരുന്നാളാണ്. ഈ പെരുന്നാളുകളിലെ പ്രധാനപ്പെട്ട നേർച്ച ചാരായമായിരുന്നു എന്നുള്ളതാണ്. ഈ ചാരായം വാങ്ങിക്കൊണ്ടുവന്ന് ആളുകൾ പള്ളിനടയിൽ വെച്ച് പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ വസ്തു എന്ന രൂപേണ ഇത് കൊണ്ടുവന്ന് ഒന്നുകിൽ അവിടെ വെച്ച് തന്നെ കുടിക്കും, അതല്ലെങ്കിൽ ശേഖരിച്ച് ആ കർമ്മങ്ങളൊക്കെ നടത്തി വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചാരായം വീട്ടുകാർക്ക് കൂടി പങ്കിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം, എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി പൗലുസിൻ്റെയും പത്രോസിൻ്റെയും തിരുനാൾ ദിവസം തങ്ങൾക്ക് വേണ്ടി ഉപഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അവർ ലൈസൻസ് കരസ്ഥമാക്കിയിരുന്നു എന്നും PP വർക്കി, അതുപോലെ മാമൻ എന്നിവർ ചേർന്ന് എഴുതിയിട്ടുള്ള പത്രോസ് മാർ ഒസ്താത്തിയോസ് പ്രവാചക തുല്യനായ വിപ്ലവകാരി എന്ന ഗ്രന്ഥത്തിലുള്ളതായി ഡോക്ടർ വിനിൽ പോൾ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഈ പത്രോസിൻ്റെയും പൗലുസിൻ്റെയും നാമത്തിലെ തിരുനാൾ മിഥുനം 29 ആഘോഷിക്കുമ്പോൾ അതിൽ ചാരായം കൊടുക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി അന്നത്തെ ക്രിസ്ത്യാനിത്വത്തിന് തോന്നാൻ കാരണം അവർ ബൈബിൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. മദ്യത്തിനെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ, മന്ത്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള അപ്പോസ്തലനാണ് വിശുദ്ധ പൗലുസ്. അദ്ദേഹം എത്രമാത്രം തീക്ഷ്ണമായി ആഭിചാരകർമ്മങ്ങളെ പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാം. അത് 17-ാം അധ്യായത്തിലെ ചരിത്രപ്രസിദ്ധമായ അഥേനയിലെ പ്രസംഗമെടുത്താലും, എഫസോസിലെ പിൽക്കാലത്തെ പ്രസംഗമെടുത്താലും, കൊരിന്തിലെ ഇടപെടലുകൾ നോക്കിയാലും ഒക്കെ അപ്പോസ്തലൻ എത്ര ആധികാരികമായി ആഭിചാരകർമ്മങ്ങളെ, മന്ത്രവാദത്തെയൊക്കെ ചെറുക്കുമ്പോഴാണ് കടമറ്റത്ത് കത്തനാരെ പോലെയുള്ള മാന്ത്രികന്മാർ കോലഞ്ചേരി പള്ളിക്ക് നിന്ന് അധികം അകലെയല്ലാതെ കടമറ്റം എന്ന സ്ഥലത്ത് രൂപപ്പെട്ടു വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് കേരള ക്രിസ്തീയത എത്രമാത്രം ദുഷ്കരവും ദുഷിച്ചതുമായ ഒരവസ്ഥയിൽ പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ പരിസ്ഥിതികളെ മാറ്റിയെടുത്തത് ബൈബിളിൻ്റെ
ഒരു ജനകീയതയാണ്. അപ്പോൾ ബൈബിൾ ഒരു സ്ഥലത്ത് എത്തുന്നതോടുകൂടി അതിന് മനുഷ്യന് വായിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിൻ്റെ സ്വാധീനതയും പ്രചാരണ രീതികളും എത്തിക്കഴിയുമ്പോഴേക്ക് സമൂഹം പരിവർത്തിക്കപ്പെടുകയാണ്, സമൂഹത്തിന് സമൂലമായ മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ബൈബിളാണ് സമൂഹത്തിന് കൊണ്ടുവന്നത് എന്ന് പറയാൻ ഇന്നത്തെ ഏതെങ്കിലും ഒരു സമൂഹം തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഈ നവോത്ഥാന ചരിത്രം ഇന്ന് കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുമ്പോഴെല്ലാം ആളുകൾ നവോത്ഥാന ചരിത്രത്തിലെ ചില ശില്പികളുടെ പേര് മാത്രം പറഞ്ഞു വിടും. പക്ഷെ ബൈബിളാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഇതിനുള്ളിൽ ഉണ്ടാക്കിയത്. അത് ദാസ് ക്യാപിറ്റലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രചാരവേലകളോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്ന കോൺഗ്രസിൻ്റെ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല. ഇത്തരമൊരു അവകാശവാദം സംഘപരിവാറുകൾക്കുണ്ടാകുമെന്ന് നമ്മളാരും കരുതുന്നില്ല. കാരണം അവരുണ്ടാക്കി വെച്ച, അവരിന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മം എന്ന ചാതുർണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ജീവിതധർമ്മങ്ങൾക്കെതിരെയും ദുരാചാരങ്ങൾക്കെതിരെയുമാണ് സത്യത്തിൽ നവോത്ഥാനം സാധ്യമാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ നവോത്ഥാനത്തിൻ്റെ വഴി പാതിയിൽ അടഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സമൂഹം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അവിടെയെല്ലാം പഠിക്കേണ്ടത് എവിടേക്കോ രൂഢമൂലമായി കിടക്കുന്ന ഈ ചാതുർവർണ്ണ്യബോധത്തിൻ്റെയും സംഘപരിവാർ ചിന്തകളുടെയും മനുസ്മൃതിയുടെയും ഇന്ത്യയിലെ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ദുഷിച്ച സ്വാധീനശക്തിക്കകത്ത് നിന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു വിമോചനം പൂർണ്ണമായി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വിമോചനം, ആ വിടുതലിൻ്റെ നാന്ദി എന്ന് പറയാവുന്നത് മിഷണറി പരിവർത്തനങ്ങളിലൂടെ ഇവിടെ രൂപപ്പെട്ടു വന്ന ഒരു പുത്തൻ ആധ്യാത്മികതയാണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്ന ശേഷമാണ് മാനവികത, മനുഷ്യാവകാശങ്ങൾ, തുല്യനീതി, സാമൂഹ്യബോധം ഈ ചിന്തകളൊക്കെ വന്നത് എന്നോർക്കണം. ഇനിയും ക്രൈസ്തവർക്കിടയിലെ ദുരാചാരങ്ങളുടെ ഒരു നീണ്ട ചരിത്രം ഈ സൂസൻ വിശ്വനാഥിൻ്റെ കൃതിയിലുള്ളതുപോലെ ധാരാളം പഠിതാക്കൾ ഇത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഘട്ടം ഘട്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോട്ടയത്തെ പ്രസിദ്ധങ്ങളായ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ ആചരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യർ മദ്യപിച്ച് മതോന്മത്തരായി പൊയ്ക്കോളിൻ എന്ന് ഉച്ചത്തിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് പെരുവഴിയിലൂടെ വരികയും ഈരവഴാദിയായിട്ടുള്ള പിന്നോക്കരും ദലിതരും പൊതുനിരത്തുകളിലൂടെ നടക്കാതെ മാറുന്നില്ലെങ്കിൽ അവർ കായിക ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അത് തിരിച്ച് അടി ചില സ്ഥലങ്ങളിൽ വെച്ച് കിട്ടുകയുമൊക്കെ ചെയ്ത സംഘർഷ ചരിത്രം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഒരു തമാശ. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുക്രിസ്തു എന്ന യുഗപുരുഷൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ വിജയ ദിവസം നമ്മുടെ നാട്ടുകാർ ആഘോഷിച്ചു കൊണ്ടിരുന്നത് ലോകത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ വിവേചനത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെയോ രീതിയിലും ഭാവത്തിലുമായിരുന്നു എന്നാണ് കാണേണ്ടത്. എന്നാൽ അതിനൊക്കെ മാറ്റം വന്നത്, പുതുതായ ജീവിത സങ്കല്പങ്ങൾ രൂപപ്പെട്ടത് ജനങ്ങളിൽ ബൈബിൾ സ്വാധീനത ഉണ്ടായതിന് ശേഷമാണ്, ബൈബിൾ വായന ഉണ്ടായതിനു ശേഷമാണ്. കൃപയാൽ ഇന്ന് എല്ലാ സമൂഹങ്ങളും ബൈബിൾ വായിക്കുന്നു. കത്തോലിക്ക സമൂഹം പോലും ബൈബിളിൻ്റെ വായനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓശാന ബൈബിൾ പ്രസിദ്ധമായ നമ്മുടെ ഓശാന പബ്ലിക്കേഷൻ പുലിക്കുന്നിൽ സാറിൻ്റെ, ജോസഫ് പുലിക്കുന്നിലിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പബ്ലിക്കേഷൻ കമ്പനിയും അവിടുന്ന് പുറത്തിറങ്ങിയ ഓശാന ബൈബിളും ജനകീയമായി, POC ബൈബിളുകൾ ജനകീയമായി, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി എല്ലാ സമൂഹവും ഒന്നിച്ച് പിന്തുണച്ച് ബൈബിളിനെ അത്യധികം ജനകീയമാക്കുകയും ബൈബിളിനെ കേന്ദ്രീകരിച്ച് പാശ്ചാത്യ ലോകത്തിലെന്ന പോലെ പഠനങ്ങൾ രൂപപ്പെടുകയും CSS പോലെയുള്ള പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ, OM പോലെയുള്ള പബ്ലിക്കേഷൻസ് കമ്പനികൾ ധാരാളമായി സമൂഹത്തിലുണ്ടാവുകയും ചെയ്തു. ഞാൻ ചില ആളുകൾ റീഡേഴ്സ് പബ്ലിക്കേഷൻസ് എന്ന പ്രമുഖമായ ക്രിസ്തീയ പ്രസിദ്ധീകരണശാലയുടെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ റീഡേഴ്സിലൂടെ അതുപോലെ സത്യം പബ്ലിക്കേഷൻസിലൂടെ നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ GLS പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവയെല്ലാം ചെയ്തത് ബൈബിളോ അനുബന്ധ ചിന്തകളുടെയോ സാമൂഹ്യമായ ഒരു ജനകീയവൽക്കരണമാണ് നടത്തിയത്. അത് കൂടുതൽ ഫലപ്രദമായ ഈ ഘട്ടത്തിൽ നമുക്ക് ബൈബിൾ എന്ന അതുല്യകൃതിയെ, അതിൽ വിരാജിക്കുന്ന, അതിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശു എന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ ഊർജ്ജസ്വലങ്ങളായ ചൈതന്യവത്തായ ആ അനുഭവങ്ങളെപ്പറ്റി പ്രഘോഷിക്കാനും ക്രിസ്തു എന്ന ഉലകരക്ഷകൻ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട മനുഷ്യരാശിക്ക് നൽകുന്ന ആ വലിയ സന്തോഷത്തെയും ആനന്ദത്തെയും രക്ഷയെയും കുറിച്ച് ഘോഷിക്കാനും നമുക്കിനിയും പ്രതിജ്ഞാബദ്ധരാകാം എന്നുള്ള ആശംസയോടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.